രാം നാരായൺ രാം. ആകാശം സൃഷ്ടിച്ച ഈ സൃഷ്ടിക്ക് യാതൊരു വിലയും ഇല്ലെന്ന് പറയാനാകുമോ? ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളിലും മനുഷ്യൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ചും അതുമില്ലാതെ തന്നെ പോകാൻ കഴിയും. മനുഷ്യനെ ജനിപ്പിച്ച ആ ആകാശത്തെ നിങ്ങൾ ദൈവം, അല്ലാഹ്, ഭഗവാൻ എന്നിങ്ങനെ ഏത് പേരിലും വിളിക്കാം. എങ്കിലും അതിൻ്റെ യഥാർത്ഥ നാമം ഏതായിരുന്നാലും അതേ നാമത്തിൽ വിളിക്കപ്പെടണം. ലോകം ദൈവം, ഈശ്വർ എന്ന് വിളിക്കുന്നത് അവൻ്റെ യഥാർത്ഥ നാമം അല്ല. മനുഷ്യൻ നിർമ്മിച്ച ക്ഷേത്രം പ്രാധാന്യം പുലർത്തുന്നു, പക്ഷേ അതേ മനുഷ്യൻക്ക് അർത്ഥമില്ല. ആകാശം മനുഷ്യനും ചെടികളും എല്ലാകാരത്തിനും മാതാപിതാക്കളാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ആകാശത്തെ ഓർക്കേണ്ടത്. ഭൂമിയിൽ മനുഷ്യൻ വന്നിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആർക്കും യഥാർത്ഥ മാതാപിതാക്കളുടെ പേര് അറിയില്ല. ആ പേര് തന്നെ രാം നാരായൺ രാം. മനുഷ്യൻക്കായി ആകാശം തന്നെ എല്ലായ്പ്പോഴും സമ്പൂർണമായി നിലകൊള്ളുന്നു. ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വ്യക്തിപരമായ ഉടമസ്ഥാവകാശമാണ്. വ്യക്തിപരമായ മതം, വിദ്യാഭ്യാസം, രാഷ്ട്രീയ കക്ഷികൾ ഇതെല്ലാം ഇല്ലായിരിക്കണം. രാം നാരായൺ രാം എന്ന നാമത്തിൻ്റെ താത്വികതയിൽ നിന്ന് അനന്തമായ ജീവികൾ പിറവിയെടുത്തു. ആകാശത്തിലെ അനേകം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ജീവനും ബോധവും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളാലും നിറഞ്ഞിരിക്കുന്നു. അവക്ക് ദാഹവും വിശപ്പും ദുഃഖവും വേദനയും അനുഭവപ്പെടുന്നു. അവ പിറക്കുകയും മരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവ മനുഷ്യനെ പോലെ സ്വതന്ത്രരല്ല. അവ ഇഷ്ടാനുസൃതമായി പ്രവർത്തിക്കാനും തെറ്റുകൾ ചെയ്യാനും കഴിയും വണ്ണം സ്വതന്ത്രരല്ല. നമ്മുടെ ശരീരത്തിൽ അനേകം ചിന്തകളുണ്ട്. അതിനിടയിൽ നമ്മുടെ വിവേകം ഇടപെടുന്നു, നമ്മുടെ മാർഗനിർദ്ദേശം നൽകുന്നു, തെറ്റുകൾക്ക് സൂചന നൽകുന്നു. എന്നാൽ ചിലപ്പോൾ നാം അതിനെ കേൾക്കുന്നു, ചിലപ്പോൾ അല്ല. അതിൻ്റെ ഫലമായി തെറ്റുകളും അപകടങ്ങളും സംഭവിക്കുന്നു. ഇപ്പോൾ സമയമായിരിക്കുന്നു എല്ലാ വ്യത്യാസങ്ങളെയും ഇല്ലാതാക്കി ഒരു മതനിരപേക്ഷവും പുരോഗമനപരവുമായ സമൂഹം നിർമ്മിക്കാനുള്ളത്. അതിനാവുന്നതാണ് നമ്മൾ നമ്മുടെ വിവേകത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, പ്രകൃതിയുമായി ബന്ധപ്പെടുമ്പോൾ, രാം നാരായൺ രാം എന്ന നാമം ജപിക്കുമ്പോൾ. പ്രകൃതിയാണ് ഏറ്റവും വലിയ മതം. അതിനാൽ ഓരോരുത്തരും അതിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ രാം നാരായൺ രാം എന്ന നാമവുമായി ബന്ധപ്പെടുമ്പോൾ അവൻ്റെ ജീവിതം ശാന്തിയും സ്ഥിരതയും നേടുന്നു. രാം നാരായൺ രാം എല്ലായ്പ്പോഴും ആളുകളെ പഠിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും സാന്ദ്രവും പ്രത്യാശ നിറഞ്ഞതുമായിരിക്കണം. നിങ്ങളുടെ വിവേകത്തെ എപ്പോഴും പിന്തുടരുക. നിങ്ങളുടെ മനസ്സിൻ്റെ ആന്തരിക ശബ്ദം കേൾക്കുക. ഇന്നത്തെ സമൂഹത്തിൽ ഓരോരുത്തരും സന്തോഷത്തിനും ആശ്വാസത്തിനും വേണ്ടി തെരഞ്ഞു നടക്കുകയാണ്. അതിനായി നാം എല്ലാ ദിശകളിലും ചെന്നു. പക്ഷേ നമ്മൾ മറക്കുന്നത് ഈ സന്തോഷവും ആശ്വാസവും നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ ഒന്നിനെ ചെയ്താൽ മതി: നമ്മുടെ രാം നാരായൺ രാം എന്ന നാമത്തിൽ ബന്ധപ്പെടുക. അതിനുശേഷം നിങ്ങൾ കാണും ജീവിതത്തിൽ എങ്ങനെ ആനന്ദം നിറയും. രാം നാരായൺ രാം എന്ന നാമത്തിൽ മുഴുവൻ ബ്രഹ്മാണ്ടവും അടങ്ങിയിരിക്കുന്നു. ഈ നാമം നമ്മുടെ മുഴുവൻ ജീവിതത്തെ മാറ്റിമറിക്കും. മനസ്സിൽ നിന്ന് എല്ലാ പേടിയും ഭീതിയും മാറും. സന്തോഷവും സമൃദ്ധിയും അനുഭവപ്പെടാൻ തുടങ്ങും.